നമ്മൾ കുറച്ച് ചക്കരച്ചോറ് ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ പയർ അങ്ങോട്ട് കുതിരാനായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരു കുക്കറിലേക്ക് നമ്മുടെ കുത്തരിയൊക്കെ ഇട്ട് അതൊന്ന് വേവാനായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിലേക്കായിട്ട് തേങ്ങ, ശർക്കര അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വേണം. അങ്ങനെ തേങ്ങയൊക്കെ ചെറിയ എടുത്തിട്ട് നിൽക്കുമ്പോഴാണ് അണിച്ചൊരു കൂട്ടുകാരൻ കടുംപായസം എന്ന് പറഞ്ഞിട്ട് ഈ ഒരു സംഭവം അങ്ങനെ കൊണ്ടേ തരുന്നത്. സെയിം നമ്മുടെ ചക്കരക്കഞ്ഞിയുടെ അതേ ടേസ്റ്റ് തന്നെയായിരുന്നു കേട്ടോ. അപ്പൊ ഇനിയും അത് തന്നെ വെച്ച് അങ്ങോട്ട് സമയം കളയണമെന്ന് വിചാരിച്ചു നമ്മൾ ചെറിയ എടുത്ത തേങ്ങയിലേക്ക് ജീരകക്കഞ്ഞിക്കുള്ള അരപ്പും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്ത് അങ്ങോട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. സാധാരണ നമ്മുടെ പച്ചരി വെച്ചിട്ടാണ് ജീരകക്കഞ്ഞി ഉണ്ടാക്കുന്നത്. പക്ഷെ ഇന്ന് നമ്മൾ ഏതായാലും കുത്തിരി ആദ്യം തന്നെ വേവിച്ച് പോയല്ലോ. എന്നിരുന്നാലും നമ്മുടെ അരപ്പൊക്കെ ഇട്ടൊന്ന് തിളച്ച് വന്നപ്പോഴേക്കും നമ്മൾ അതിലേക്ക് താളിച്ചും കൂടെ ഒഴിച്ചിട്ടുണ്ടായിരുന്നു. സാധാരണ ഉണ്ടാക്കുന്നതിലും എന്തോ ഒരു ടേസ്റ്റ് കൂടുതലായിരുന്നു കേട്ടോ ഇന്നത്തേന്. ഈ ഒരു ജീരകക്കഞ്ഞിയും സാധാരണ പള്ളിയിലും വീടുകളിലൊക്കെ നമ്മുടെ നോമ്പിന്റെ സമയത്താണ് വെക്കുന്നത് കേട്ടോ. അപ്പൊ ഏതായാലും നമ്മുടെ ജീരകക്കഞ്ഞിയുടെ ചെറിയ പാത്രത്തിലേക്ക് എടുത്ത് അതിലേക്ക് കുറച്ച് കടച്ചക്ക തോരനും കുറച്ച് നാരങ്ങ അച്ചാറും ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ പപ്പടം പൊരിച്ചും കൂടെ അങ്ങനെ ഇട്ട് കൊടുത്താൽ നമ്മുടെ കഞ്ഞി അങ്ങോട്ട് കുടിക്കാനായിട്ട് ഇരിക്കുകയാണ് കേട്ടോ. അപ്പൊ ആദ്യം തന്നെ നമ്മുടെ അച്ചൂസിനെ അങ്ങോട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓര് എന്തായാലും നല്ല രീതിയിൽ തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ എല്ലാവരും കൊണ്ട് ഇരുന്ന് കഴിച്ചു അടിപൊളി.